കലയാന്നല്ലയോ പറഞ്ഞത്? ആ കലയല്ല, ഡ്രൈവിംഗ് ഒരു കലയാണ് എന്ന് പറഞ്ഞാൽ കല്ലെത്തൻ്റെ അടുത്ത് കാലെത്തണം, കാലെത്തൻ്റെ അടുത്ത് കയ്യെത്തണം, കയ്യെത്തൻ്റെ അടുത്ത് മനസ്സെത്തണം. ഇതൊന്നും എന്റെ എത്തിയില്ലെങ്കിൽ ബോഡി വീട്ടിലെത്തണം. ഓനങ്ങ് സലാലേല. അത് പറഞ്ഞു തീർന്നല്ല, അതിനു മുമ്പ് അവൻ വിളിക്കുന്നു. അവൻ വിളിച്ചോ? വിളിച്ചോട്ടെ. വിളിച്ചോ. ഹലോ മോനെ. ഞാനൊന്ന് ചോദിക്കട്ടെ. അല്ല, അത് മറ്റേതാ, പഴയത്. അത് വിട്ടുമാറിയിട്ടില്ല. കമ്മടിക്കാൻ തന്നെ വരണ്ട. അല്ല പിന്നെ ഇപ്പൊ സമയം എത്രയായി? സമയം എന്താ വിജയ? സമയം 11 മണി. 11. 5:30 ആവുമ്പോ കിട്ടുമോ? എന്താ കിട്ടുവോന്നാ? ലൈസൻസ്. എന്റെ അച്ഛൻ ഇതിനൊക്കെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. കമ്മോ? ഹലോ. ഇങ്ങനെ തന്നെ. ഹലോ സലാലേ, ഞാനൊരു കാര്യം പറയാം. അതിവിടെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ കൊള്ളാം. എന്നാ പിടിച്ചേ. എന്താ പറഞ്ഞു? ഈ അച്ഛനും കൂടെ ഞാനിപ്പോ പോയി MRI എടുക്കണമെന്ന്. അയ്യോ, അപ്പൊ ഞാനും ഇതെടുക്കണോ? നിങ്ങൾക്ക് രണ്ടും കൂടെ എന്നെ മേളോട്ട് അങ്ങ് എടുക്കാവോ? അയ്യോ അയ്യോ അയ്യോ. എന്തുവാ അച്ഛാ? നീ അയ്യോ എന്ന് വെച്ചപ്പോ ഞാൻ എന്തുവാന്ന് ചോദിച്ചോ? ഇല്ല. പിന്നെ എന്റെ അയ്യോയിൽ കയറി ഞാനാൻ വരുന്ന എന്തിനാ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ചോദിച്ചു. എന്റെ ഇഷ്ടം പോലെ അയ്യോ കിടക്കുക. അയ്യോ, ഇതാ നിർത്താവോ? വിജയൻ എന്തിനാ ഇപ്പൊ ഈ അയ്യോ വെച്ചത്? അയ്യോ, ഞാൻ അതുകൊണ്ടല്ല. പിന്നെ അതുകൊണ്ടാ. നോക്കിയേ, അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം ഒഴികെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന്. ആഹാ, ഞാൻ കാണിട്ടെ. തിരുവനന്തപുരം ഉണ്ടോ ഇതിനകത്ത്? തിരുവനന്തപുരം ഇല്ല, ഈ കൊല്ലവും ഇല്ല. അപ്പൊ ഈ കൊല്ലം തിരുവനന്തപുരം ഇല്ല. ഈ കൊല്ലം തിരുവനന്തപുരം ഇല്ലെന്നല്ല, തിരുവനന്തപുരം കൊല്ലം ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി. കാണിച്ച് ഇതേ നമ്പരാ വന്നേ. കാലാവസ്ഥ എന്റെ ഉണ്ട്, ഞാൻ വിളിച്ചോളാം. ഹലോ കാലാവസ്ഥ, ഞാനിവിടെ വിളിച്ചതിന്റെ കാരണം ചോദിച്ചാൽ 12 ജില്ലയിൽ നിങ്ങള് ഇടിമല സെറ്റ് ചെയ്ത് റെഡിയാക്കി. ഈ 2 എന്തുകൊണ്ട് ഒഴിവാക്കി? അതോടെ ഈ കൂട്ടത്തിൽ അടിച്ചു കയറ്റി അങ്ങ് പോകത്തില്ലായിരുന്നോ? ഒറ്റയടിക്ക് തീർന്നേനെ. എങ്ങനെ ആണോ? ഓഹോ, എന്താ പറഞ്ഞു? എനിക്ക് വട്ടാന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പൂരിപ്പിക്കാനുണ്ട്. ഫോമുണ്ടോ? തുടങ്ങി നല്ലല്ലോ. ഇപ്പൊ എന്താ ഫോം? ഒരു 6 മാസം കഴിയട്ടെ. അതല്ലെന്ന്, ഈ നമ്മൾ എഴുതിയിരുന്ന ഫോറമല്ലേ, ഫോറം. മറ്റേ ഫോമിന്റെ കാര്യം അതുണ്ടോന്നാ പൂരിപ്പിക്കുന്നതിന്റെ കാര്യം. ആദ്യം അച്ഛനെ അങ്ങ് തീർത്താലോ? അച്ഛൻ്റെ അങ്ങ് തീർക്കാം. അച്ഛാ, ജോസഫ് അല്ലയോ? ഓ ഫൂഡ് കിട്ടോ? ഈ ഫൂഡ് ഇട്ടോളാൻ. ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ? മെയിലാണ്. പക്ഷെ ജൂണാണ്. മെയിലാണ് അച്ഛാ, മെയിലാണ്. ആണാണ്. മെയിലാണ്, പക്ഷേ ജൂണാണ്. ഈ ജൂൺ എന്തുവാ? ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ജൂൺ ഡേറ്റ് ഓഫ് ബർത്താ. അപ്പൊ ആണല്ലേ? ആണെന്ന് എഴുതുവാണേ. ആണ് എഴുതി. അച്ഛാ, ആണെന്ന് എഴുതി. പക്ഷെങ്കിൽ എന്താണ് എന്നെഴുതിയില്ല. ഞാനാണ് എന്നെഴുത. ഞാനാണെന്ന് എഴുതാ. ജോസഫച്ചാനാണെന്ന് അങ്ങ് എഴുതിയപ്പോ എന്റെ കാര്യം തീർന്നല്ലോ. അപ്പൊ ഞാനാണെന്നല്ല, അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതാം. ഞാനാണ്. ബാക്കി മധു നാളെ വരുമല്ലോ. മധു പൂരിപ്പിച്ചു. പിന്നെ ഒരു 6 ഫോട്ടോ വേണം. അത് ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവരണം. പശ ഞാൻ ഇറക്കാം. പച്ചാന്റെ ഭാഗം ക്ലിയറായി. ഇനി വിജയന്റെ നേരെയുള്ള പരിപാടിയാ. അതായത് പറഞ്ഞോ, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ടോ? ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ഫുട്ബോള്, ഇതെല്ലാം എനിക്കുണ്ട്. ആശാനെ, ലളിതഗാനത്തിന്റെ ഉണ്ട്, അതെടുക്കണോ? അപ്പൊ ശാസ്ത്രീയ സംഗീതത്തിൽ നിനക്കൊന്നും കിട്ടിയില്ല? അത് മറന്നുപോയതാ, അതും എടുക്കാം. അതല്ല പറഞ്ഞത്. പിന്നെ TC വേണം. TC. അയ്യോ, TCക്ക് ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയോ? 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ പറഞ്ഞു അച്ഛനെ വിളിച്ചോണ്ട് പോയാലേ TC തരത്തുള്ളൂ പറഞ്ഞു. അച്ഛൻ വരത്തില്ലെന്ന് പറഞ്ഞു. അച്ഛനോട്ട് വന്നുമില്ല. ഞാൻ പിന്നെ ഇതങ്ങ് വിട്ടും കളഞ്ഞു. ഇപ്പൊ സാറും മരിച്ചുപോയി. ഇപ്പൊ എന്തോ ചെയ്യും? TCക്ക് എന്ത് ചെയ്യും? TC ഇല്ലാതെ കിട്ടത്തില്ലയോ? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ മകന്റെ ഒരു പഴയ TC അവിടെ ഇരിപ്പുണ്ട് വീട്ടിൽ. അത് പറ്റുമോ? എങ്ങനെ ഇരിക്കും? കൊണ്ടുവന്ന് വെള്ളം സൂക്ഷിച്ചിട്ട് അതുപോലെ കൊണ്ട് തരാമുണ്ടെങ്കിൽ അത് തരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് കീറുവോ വല്ലതും ചെയ്തിട്ടുണ്ടോ? കീറൊന്നും ചെയ്തിട്ടില്ല. ചള്ളയൊന്നും പിടിച്ചിട്ടില്ല. പുതിയതായിട്ടിരിക്കുക. ഞാൻ പറയാൻ കാരണം വിജയ, അവര് TC ചോദിച്ചിട്ടുള്ളൂ, ആരെയാന്നൊന്നും ചോദിച്ചിട്ടില്ല. നമുക്കിപ്പോ കാര്യം നടക്കണം. എന്തുവാന്ന് വെച്ചാൽ ഞാനങ്ങ് ചെയ്യാം. അവിടെ ആണെങ്കിൽ അത് വെറുതെ ഇരിക്കും. മോനും സലാലയില്ല. ഇവിടുത്തെ TC അവിടെ വേണ്ടാതാനും. 5 മണിയാകുമ്പോ കിട്ടുമല്ലോ ലൈസൻസ്. അത് വരെ തുടങ്ങും. ഇനി നമുക്ക് ഫസ്റ്റിലെ റോഡ് നിയമങ്ങളൊക്കെ ഉണ്ട്. വിജയ NH അറിയാവല്ലോ? പിന്നെ അറിയാം, സൂപ്പർ സാധനം. ഇന്നലെ ഒരെണ്ണം അടിച്ചായിരുന്നു. അത് MH. അച്ഛനറിയാവോ? എനിക്ക് ഇതിന്റെ പേരും നാളോ ഒന്നും അറിയത്തില്ല. കിട്ടിയാൽ അടിക്കും, ബഹളവും ഉണ്ടാകും. ഒരു കാര്യം എന്നൊരു കാര്യം, ഞാൻ കുറച്ച് സിഗ്നൽ അങ്ങോട്ട് പഠിപ്പിക്കാം. ഇതോ സിഗ്നലാണോ ആദ്യം പഠിക്കുന്നേ? പിന്നല്ല, നീ വണ്ടിയൊക്കെ എന്തോ കണ്ടോണ്ട് ഓടിക്കും. മാഷ ഞാനിവിടെ വരണോ? ഞാൻ അവിടെ കൊണ്ട് പഠിക്കണ്ട. രണ്ടുപേരും ശ്രദ്ധിച്ചേക്കണം കേട്ടോ. 2 സൈഡിലോട്ട് നിൽക്കേ. വിജയ, ഇതെന്താണ്?
അത് റിബൺ മടക്കി വെച്ചേക്കുന്നു. അങ്ങനെ ഞാനും ഓർത്തത്. പിന്നെ അതല്ല, പിന്നെ ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്, കൊടുമ്പളവ്. കൊടുമ്പളവാ. കൊടുമ്പളവ്. അച്ചായ, ഇതെന്താണെന്നറിയോ? ഓടിച്ചു പോകുമ്പോ ഈ കട്ടിൽ കണ്ടാൽ എന്താന്ന് ഓർക്കണം? വണ്ടി അവിടെ നിർത്തിയിട്ട് അത് കയറി കിടന്ന് ഉറങ്ങി നേരെ അങ്ങ് പോണം. അങ്ങനല്ല, നമ്മൾ ഓടിച്ചു പോകുമ്പോ ഈ കട്ടില് കണ്ടാൽ നമ്മൾ ഓർക്കണം, ആ പരിസരത്ത് എവിടെയോ നല്ല ഉഗ്ര കട്ടില് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, വേണേ കയറി കിടക്കാം, കൊണ്ടുപോണേ കൊണ്ടുപോവാം. വിജയ, ഇത് മനസ്സിലായോ? പയ്യാവേലി. പയ്യാവേലി, അതാ ഞാൻ ഓർത്തത്. പക്ഷെ അതല്ല, ഇത് റെയിൽവേ ക്രോസ്. റെയിൽവേ ക്രോസ് ആണോ? റെയിൽവേ ക്രോസാ. ഞാനും പയ്യാവേലി. അല്ലല്ല, ഇത് കണ്ടാ നിങ്ങൾ എന്താ വിചാരിക്കും? ഞാൻ 1 രൂപ കോയിനിട്ട് അവിടെ നിന്ന് ഞാൻ അങ്ങ് തൊഴുതു പ്രാർത്ഥിക്കും. അതെന്തോ ഞാൻ കുരിശുമൂടല്ലേ അത്? കുരിശുമൂടാണത്. ഇത് നാൽക്കവല. കവല. ഓർക്കവലയായിട്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യും, ഇതിവിടെ നിർത്തിയേ രണ്ടുപേരും വണ്ടിയെ കയറിക്കും. വണ്ടിയെ കയറാനോ? വണ്ടി നിങ്ങൾ രണ്ടുപേരും വണ്ടിയെ കയറിയത്. എന്റെ ഫോൺ ഞാൻ എവിടെ കൊണ്ടുവച്ചത്? കയറിയിരുന്നു. ഹലോ, എടാ മധു, രണ്ടിനും കയറ്റി അതിനകത്ത് കയറ്റി വെച്ചേക്കുവാ. ഇനി എന്തുവാ ചെയ്യണ്ടേ?